വെൽക്കം ബാക്ക് ടു ചാനൽ. ഞങ്ങൾ ഒരുങ്ങി എല്ലാം സെറ്റാണ് കേട്ടോ. ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ട്. ആജ് ഏക്ക് സൺഡേ ഹേ. ഇതെന്തിനാ ഇത് വെച്ച് കുറച്ച് വലുതായി പോലെ കൊച്ചിന് കണ്ണാടി മേടിച്ചു കൊടുക്കണം കേട്ടോ. ഇത് മോഹൻ അങ്ങോട്ട് താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഇപ്പോൾ അഞ്ചാലുമൂട്ടിൽ പോവുകയാണ് ഗായ്സ്. ഇത് രാവിലെ തൊട്ടേ ഒരുങ്ങി ഒരു 10:30 ആയപ്പോൾ ഇപ്പോൾ ഏകദേശം ഓൺ ദ വേ ആണ്. ഇന്ന് പൂക്കിയുടെയും കുട്ടിയുടെ ചരട് കെട്ടാണ്. അപ്പൊ നമ്മള് അതിന് പോവുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് വീട്ടിൽ പോവുകയും വേണം. അപ്പൊ come along with us. നമുക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഷെയറും കൂടെ അടിച്ചു വിട്ടോ. അപ്പൊ നമുക്ക് കൊച്ചിനെ കാണാൻ പോകാം. സെറ്റാണോ? അയ്യോ, മുടിയൊക്കെ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു വീട്ടിൽ നിന്ന് ഒരുക്കിക്കൊണ്ട് വന്നത്. ഇത് എന്ത് ഇങ്ങനെ ആയെന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛനൊന്നും നോക്കൂ, ആരാധകർ കാണും. നോക്ക്. അപ്പൊ പോവാ ഗൈസ്. അഞ്ചാലും കൂടെ എത്തി കൊച്ചിനെ കാണുമ്പോ കാണിച്ചു തരാം. അടുത്ത വീഡിയോയില് ഇതിന്റെ ബാക്കിയുണ്ട് ഗൈസ്. കണ്ടിട്ട് സൈസ് കഴിവുണ്ട് ഗൈസ്, അത് കാണിച്ചു തരട്ടെ. എങ്ങനെ മറ്റേ ഫ്ലോട്ട് ഇങ്ങനെ തലയാക്കുന്നതെന്ന് കാണിച്ചു. ഇങ്ങനെ അല്ലായിരുന്നല്ലോ പണ്ട്, നന്നായിട്ട് കാണിക്കുന്നത്. ഇപ്പൊ മറന്നുപോയി വെച്ച്. ഇങ്ങനെ കുഞ്ഞേ അവൻ തോന്നുന്നു തൃശ്ശൂരുള്ള ശിവനോ. പോകാം ഗൈസ്. പോകാം കൊച്ചിനെ കാണാൻ പോകാം. അപ്പോൾ ഞങ്ങൾ വീട്ടിനകത്തൊക്കെ കയറി കേട്ടോ. അപ്പം ബേബിയെ കാണാൻ കുറച്ചധികം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. കുറെ അധികം ആളുകൾ ഉണ്ടായിരുന്നു. നൂലിയെട്ട് ഇടങ്ങല്ലേ, അപ്പൊ ഒരുപാട് പേരുണ്ടാവുമല്ലോ. ഒരമ്മമ്മയുടെ കയ്യിലായിരുന്നു കേട്ടോ ബേബി ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ സുട്ടുമണി. അപ്പൊ സുട്ടുമണിയുടെ നൂലിയെട്ടാണ് ഇന്നത്തെ പ്രധാന പരിപാടി. ഇന്ന് കുറെ പരിപാടികളൊക്കെ ചാർട്ട് ചെയ്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഒന്നും വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല ഗൈസ്. ഈ ചരടുകെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞങ്ങളുടെ സൺഡേ എങ്ങോട്ടാ പോയത്. അപ്പൊ ദാ ബേബിയുടെ ചരടുകെട്ട് നടക്കുന്നു. പിന്നെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചരടുകെട്ട് കഴിയുമ്പോൾ ആളുകൾ ഓരോ ഗോൾഡും കാര്യങ്ങളും ഒക്കെ ബേബിക്ക് കൊടുക്കും. അപ്പൊ ആദ്യമായിട്ട് ബേബി ഗോൾഡ് ഇടുന്നത് ഇന്നായിരിക്കും. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കൊണ്ടിരിക്കുന്നത്. ഇത് മോഹന് വയറുവേദന. ഇന്നലെ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ആശുപത്രി പോകാന്ന് കേൾക്കത്തില്ലെങ്കിൽ ചത്തൂത്തി തോലും. മോഹന് വയ്യ, വിഷം ഫുഡ് വെച്ചിട്ട് നമുക്കൊന്നും പറ്റില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു ആശുപത്രി പോകാൻ കേൾക്കാത്തതുകൊണ്ട്. കണ്ണീരൊക്കെ ഫുഡ് കഴിച്ചില്ല. ഇത് മോഹന അച്ചാരി അനീയമായ വേദന. ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ പോകുന്നു. വയറ് വയ്യാത്ര പനി കൊണ്ട് ആശുപത്രി പോകും. എൻ്റെ പേര് ഡാൻവിൻ. അത് ഞാനിപ്പോഴാണ് ഇറങ്ങി. അല്ല യാശു, നീ അറിഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഡാൻവിൻ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. സംഭവം ബഹുലമായ ശനിയാഴ്ചയാണല്ലോ ദൈവമേ, അല്ല ഞായറാഴ്ച. കാറ്റൻ്റെ ഭർത്താവ് 100-120 പോകുന്നത് കേട്ടോ ആശുപത്രിയിലേക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞു പോവാൻ, കേൾക്കരുത്. ഒരു വാഹ കേൾക്കത്തില്ല പിശാച്. ഹോസ്പിറ്റലിൽ പോകാം. എനിക്ക് വിശക്കുന്നു ഗൈസ്. ഒന്ന് വീട്ടിൽ വരെ കയറിയിട്ട് പോകാതെ തീരുമാനിച്ചു ഞങ്ങൾ. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് പോകാതെ ഇടത്തി ഹോസ്പിറ്റലിന്റെ അടുത്ത് ഞങ്ങൾ വീടും. അപ്പൊ ഞങ്ങൾ നേരെ തെട്ടാമള വന്നു. തുറന്നിട്ടേക്കുവാണെന്ന് തോന്നുന്നു. കണ്ട തുറന്നിട്ടേക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വീടെത്തി ഗായ്സ്, വീടെത്തി. മാതാസ്ത്രീ അല്ലേ അത്. ഞാൻ ആശുപത്രി കൊണ്ടുപോയി അച്ഛനോട് പറയട്ടെ. ചോറുണ്ടോ? എനിക്ക് വിശക്കുന്നു. ഒന്നുമില്ലേ ഇവിടെ ഒന്നുമില്ലേ? ഇയാളെ എപ്പോഴും ഈ മാങ്ങ തെറ്റിയ ഒന്നും തിന്നില്ല. ചോറ് മമ്മി കറി ഇച്ചിരി കൂടെ പറ്റണം. പക്ഷെ കൊള്ളാം. ഈ വീട്ടിൽ എപ്പോൾ വന്നാലും ഒരു ഐസ്ക്രീം കാണും ഈ കൊച്ചിന്.
അമ്മക്ക് എന്തെങ്കിലും മേടിച്ചു തരുമോ? ഇല്ല. മിൽമ കുൽഫി ചോദിക്കും മോക്കൂട്ടിനെ. അതാദ്യം ഒരു തീരുമാനം ഉണ്ടാക്കണ്ട. അമ്മായി ഇപ്പം തിരക്കാൻ പോയിട്ടുണ്ട് guys. നമുക്ക് ചോറുണ്ടോ? മിനി ഇച്ചിരി അച്ചാറുണ്ടോ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ചോറുണ്ടോ? ചോറുണ്ടോ? വേണ്ട. എന്താ ചേട്ടാ മമ്മി? അത് കഷ്ണമൊന്നുമില്ല. ഉണ്ടോ? ആ നല്ല കൊഞ്ച്. അമ്മായപ്പനും മരുമോനും ടിക്കറ്റ് ചൊല്ലി വഴക്കും. നമ്മളതിനകത്ത് നമ്മൾ കിടക്കണം. നമ്മൾ ചോറുണ്ട്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഞാൻ അയാളോട് ആശുപത്രി പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് ചോറുണ്ടെന്ന് വിശക്കൂല എനിക്ക്. രാവിലെ ഒന്നും കഴിച്ചിട്ടാ. ഞാൻ മെഡിസിറ്റി പോകണം. ഹായ് മാറ്റിയ നാരങ്ങ സൂപ്പർ. താങ്ക്സ് മമ്മി. ഞാൻ എനിക്ക് വിശന്ന നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണം guys. നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയാം അമ്മ? പക്ഷേ ഞാൻ ആശുപത്രി പോകണമെന്ന് പറയുമ്പോൾ എങ്ങനെ തോന്നുന്നത് ഒരു ഇച്ചിരി ചോറുകൊണ്ടിട്ട് ഇപ്പം വരാം. അതെനിക്ക് ഓർമ്മ. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് പകരം വീട്ടാനുള്ളതാണ്. അച്ഛൻ്റെ കൊഞ്ചെല്ലാം ഞാൻ എടുത്തതാണെന്ന് തോന്നുന്നു അച്ഛൻ ചിന്തിക്കുന്നത്. 2-3 തന്നെ എടുത്തോളൂ guys. നാളെ കളിച്ചത് ചോറുണ്ടിട്ട് വരാം guys. നമുക്കൊരു ചോറ്. വരുന്നേ. അയ്യോ കണ്ടോ കണ്ടമ്മ, എനിക്കൊന്നും മേടിച്ചെടുത്തില്ലെന്നും ഈ വീട്ടുകാർ. എനിക്ക് ചോറ് നോക്കേ ഉള്ളൂ. ഈ ചെറുക്കനെ എപ്പോഴും ഐസ്ക്രീം ഒക്കെ കിട്ടും. എനിക്ക് വേണ്ട. ഉടുപ്പിലാക്കല്ലേ എനിക്ക് പോവാനുള്ളതാ. മതി guys. കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഹോസ്പിറ്റലിൽ പോ. പിന്നെ ഞങ്ങൾ കൂലങ്കർഷമായി ചിന്തിച്ചത് NSC പോകണോ മെഡിസിറ്റി പോകണോ എന്നാണ്. അപ്പോൾ NSC പോയാലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഞാനിങ്ങനെ ബോധവരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഥവാ NSC പോയാൽ ഭയങ്കര ലേറ്റ് ആവും, അവിടെ പോകണോ. NSന് കുറച്ച് ലേറ്റ് ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് സമയം എടുക്കും ഡോക്ടറെ കാണാൻ വേണ്ടി. നേരെ അങ്ങനെ വണ്ടി മെഡിസിറ്റിക്ക് തന്നെ വിട്ടു. മെഡിസിറ്റി നേരെ ചെന്നു കേട്ടോ. എമർജൻസി കാണിക്കാമെന്ന് വിചാരിച്ച സൺഡേ അല്ലേ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ എമർജൻസിയിലായിരിക്കും ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കുന്നത്. അങ്ങനെ ഞാൻ സാറിനെ കൊണ്ടുപോയി നേരെ എമർജൻസി കയറ്റി. പിന്നെ കുറേ നേരം വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ വേണ്ടി വരുമായിരുന്നു ഈ പരിപാടി ഒരു തീരുമാനമാക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ നല്ല പോസ്റ്റായിരുന്നു, വെളിയിൽ ഇരിക്കാൻ സമ്മതിക്കത്തുള്ളൂ കേട്ടോ. തീറ്റയും കൂടി മാത്രമേ നടക്കുന്നുള്ളൂ. ട്രിപ്പിട്ടിട്ടുണ്ട്. ഇവിടെ സഹിക്കാമേ ഞാൻ വണ്ടി കയറിയിരുന്നു കൈസോ. പുള്ളി ട്രിപ്പൊക്കെ ഇട്ട് അകത്ത് കിടപ്പുണ്ട്. വയറ് വയ്യാത്തത് കൊണ്ടല്ലേ നമ്മൾ കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ട്രിപ്പ് കഴിഞ്ഞ് ബ്ലഡിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും ആയിരിക്കും. അപ്പം ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. 2 മണിക്കൂറോളം വെയിറ്റിംഗ് ചെയ്യണം. അപ്പം ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി പിന്നെ കാണിച്ചു എന്തായി എന്നുള്ളത് വരട്ടെ നോക്കാം. 4 തിരിച്ച് വീടെത്തി. ഒരു യാശം ഉണ്ടായിരുന്നല്ലോ. 4 മണി. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അപ്പോൾ സംഭവബഹുലമായ സൺഡേ വ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു. ആരോ വന്നു വീട്ടിൽ. അതാരാണ്? ആരോ വന്നു ഗൈസ്. 500 രൂപ പോയ എൻ്റെ ദുഃഖത്തിൽ അച്ഛൻ അന്നദാനത്തിന് കൊടുത്തതല്ലേ, കുഴപ്പമില്ല. എന്ത് ഓ അതെന്റെ മോനാ. അപ്പൊ ഓക്കെ ഗൈസ്.
എൻ്റെ എല്ലായിടത്തിനും എന്തിനു വന്നു വരും അവർ വന്നു അപ്പോൾ അവർക്ക് സംഭാവന കൊടുക്കാൻ അച്ഛൻ എണീറ്റതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അങ്ങനെ ഇന്നത്തെ സൺഡേ വ്ലോഗ് ഇവിടെ തീരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ ഗൈസ്. വ്ളോഗ് ഞാൻ എൻ്റെ ചെയ്തതാ. അപ്പോഴാണ് ഞാൻ നോക്കുമ്പം ചിരിക്കില്ല പെണ്ണെ കല്യാണി, ആ കല്യാണിക്കിതാ ഞാൻ എൻ്റെ വീട്ടിലെ മതസ്ത്രീയും എൻ്റെ മോനോടെ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഇതുകൂടെ നിങ്ങളെ കാണിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഒരു സൺഡേ. അപ്പോൾ ഓക്കേടാ.